മഹാനായ കറുകറുത്തവനായ വെളുത്ത മനസ്സിന്റെ ഉടമസ്ഥനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ബിലാലേ അരിഹനി ബിലാൽ, എനിക്ക് നീ ആശ്വാസം താടോ. എവിടെയാണ് ആശ്വാസം എന്നറിയോ? ലോകത്തിലെ ഏറ്റവും വലിയ സംഗീതമേതാ? അതേതെങ്കിലും റാപ്പ് വേടന്മാരുടെ സംഗീതമല്ല, കടൽ താണ്ടി വന്ന പാശ്ചാത്യന്റെ ചീഞ്ഞളിഞ്ഞു പോയ സംസ്കാരത്തിന്റെ വെസ്റ്റേൺ മ്യൂസിക്കുകളല്ല. പിന്നെയോ അല്ലാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും വലിയ സംഗീതം എന്തെന്നറിയോ? ഹയ്യ അലസ്സലാഹ് ഹയ്യ അലൽ ഫലാഹ്. എണിയാട് പള്ളിയുടെ മിനാരത്തിൽ നിന്ന് മധുരമായ ബാങ്കുലിയൊന്ന് മുഴങ്ങുമ്പോ കൽബ് തുറന്നൊന്ന് കേട്ടുപോയ നമ്മുടെ സങ്കടങ്ങള്, നമ്മുടെ നൊമ്പരങ്ങള്, നമ്മുടെ ആപരാധികള്, വേവലാദികള് പോകും പാപ്പാ. നമുക്കതിന് സമയമില്ല. ഖുർആൻ ഓതുമ്പോ നമുക്ക് സമയമില്ല, ഖുർആൻ ഓതുമ്പോൾ സമയമില്ല. അല്ലാഹുവേ പടച്ചവനെ, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, നബിയേ നരകത്തെ പറ്റി എനിക്ക് പറയാൻ പറ്റുന്നില്ല, നരകത്തെ വിശദീകരിക്കാൻ പറ്റുന്നില്ല. എന്നാ ഞാനൊരു ഹദീസ് പറഞ്ഞു തരാ. ജിബ്രീൽ പറയുന്ന, നബിയേ ഈ ഏണിയാടിയുടെ പരിസരത്ത് ഏതെങ്കിലും ഒരു മനുഷ്യനെ അല്ലാഹു നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞാൽ, ഏതെങ്കിലും ഒരു പെങ്ങളെ അല്ലാഹു നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞാൽ, അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ പറയുകയാ, യാ റസൂലല്ലാഹ്, അവൻ അല്ലാഹുവേ അല്ലാഹുവിന്റെ അദാബിന്റെ മാലാഖമാരെ വലിച്ചങ്ങ് നീട്ടുകയാ. എത്രത്തോളം എന്ന് പറഞ്ഞ ഹത്താ യകൂനു മഖഅദഹു മിസ്ലു മാ ബൈന മക്ക വൽ മദീന. എന്റെ പ്രിയമുള്ള വാപ്പാ, നമ്മുടെ മക്കളെങ്ങാനെ കൈയുടെ വിരലൊന്ന് പിടിച്ചു വലിച്ചാൽ നമുക്ക് വേദന സഹിക്കാൻ കഴിയില്ല. ചെവിയൊന്ന് പിടിച്ചു വലിച്ചാൽ നമുക്ക് വേദന സഹിക്കാൻ കഴിയില്ല. കാലൊന്ന് പിടിച്ചു വലിച്ചാൽ നമുക്ക് വേദന സഹിക്കാൻ കഴിയില്ല. എന്നാലോ മദീനത്ത് തടിച്ചുകൂടിയ സ്വഹാബത്തിനെ സാക്ഷി നിർത്തി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, സ്വഹാബാ, നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന മനുഷ്യനെ തല മുതൽ കാല് വരെ അല്ലാഹു വലിച്ചു നീട്ടപ്പെടുകയാ. എത്രത്തോളം എന്ന് പറഞ്ഞ മാ ബൈന മക്ക വൽ മദീന, മക്കയുടെയും മദീനയുടെയും വഴി ദൂരമാ ഏകദേശം 480-500 കിലോമീറ്റർ ദൂരത്തില് ഒരു മനുഷ്യന്റെ ശരീരം അങ്ങ് വലിച്ചു നീട്ടുന്ന രംഗമൊന്ന് ആലോചിക്കുവാപ്പാ. സുബ്ഹാനല്ലാഹ്, തീർന്നില്ല. വമൻകിബുഹു, അവന്റെ 2 തോളല്ലുണ്ടല്ലോ, അവന്റെ 2 കൈയുടെ ദൂരം എത്രയെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന, സ്വഹാബ, 3 ദിവസത്തെ വഴിദൂരമാ, 3 ദിവസത്തെ വഴിദൂരമാ. ഏണിയാടിയുടെ മക്കാമിന്റെ പരിസരത്ത് നിന്ന് ഈ സമയത്ത് നിങ്ങൾ യാത്ര ചെയ്തിട്ട് 3 ദിവസം ഇരിക്കാതെ വിശ്രമിക്കാതെ യാത്ര ചെയ്ത എത്ര വഴിദൂരം പോകുവോ? ഒരു ഗൂഗിൾ മാപ്പും കിലോമീറ്റർ പറയണ്ട, ഒരു മനുഷ്യൻ എത്ര നടന്നു പോയാൽ അത്രയും വഴിദൂര 2 കൈയിനെ അല്ലാഹു വലിച്ചു നീട്ടപ്പെടുകയാ. ഹറാമ് ചെയ്തവരെ, ഹറാമ് കണ്ടവരെ, ഹറാമ് കേട്ടവരെ, ഹറാമ് ചിന്തിച്ചവരെ, ചങ്കൂറ്റമുണ്ടോ? അല്ലാഹുവിന്റെ കത്തിയാളുന്ന നരകത്തിൽ ചെന്ന് വീടാ. ചങ്കുറപ്പോടെ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഈ ദുനിയാവിന്റെ തുലിപ്പുറത്ത് നിങ്ങൾക്ക് തോന്നിയതുപോലെ ജീവിക്കാ. തീർന്നില്ല. ജിബ്രീൽ പറയുന്നു, യാ റസൂലല്ലാഹ്, നബിയേ, ഒരു മനുഷ്യന്റെ വഴിദൂരം, ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ നീളം മക്കയും മദീനയും ഇടയില, കൈയിന്റെ നീളം അൽഹംദുലില്ലാഹ് 3 ദിവസം വഴി യാത്ര ദൂരമാ. പിന്നെയോ അവന്റെ പല്ലിന്റെ ദൂരം എത്രയെന്നറിയോ? അവന്റെ പല്ലിനെ അല്ലാഹു വളർത്തുകയാ. സുബ്ഹാനല്ലാഹ്, മിസ്ലു ഉഹദ്, ഉഹദ് മലയുടെ വലിപ്പമാ. ഏകദേശം 8.5 കിലോമീറ്റർ, 9 കിലോമീറ്റർ ആണ് ആ മലയുടെ ഉയരം. അത്രയും ദൂരമാണ് ഒരു മനുഷ്യന്റെ പല്ലിന്റെ ദൂരമെങ്കിൽ അല്ലാഹുവേ, ആ കോലമൊന്നും മനസ്സിലേക്കൊന്ന് കൊണ്ടുവാ. സുബ്ഹാനല്ലാഹ്,
ഇതങ്ങനെ നബിതങ്ങൾ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ രണ്ട് കൈയെടുത്തങ്ങ് പൊത്തുകയാ. എന്നിട്ട് പറയുന്നു ഹസ്ബിയാ ജിബ്രീൽ, ഹസ്ബിയാ ജിബ്രീൽ. ജിബ്രീലേ മതി, ജിബ്രീലേ മതി, ജിബ്രീലേ എനിക്കിന്ന് കേൾക്കാൻ പറ്റൂല, ഇതങ്ങ് മതിയാക്കിക്കോ. നരകത്തെ പറ്റി എനിക്ക് കേൾക്കണ്ട, നരകത്തെ പറ്റി എനിക്ക് അറിയണ്ട എന്ന് പറഞ്ഞതാരാ? അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. പ്രിയമുള്ളവരെ, ഇതങ്ങ് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് ചോദിച്ചു, നബിയേ അല്ലാഹുവിന്റെ റസൂലേ, ഈ കത്തിയാലും നരകമില്ലേ? ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാ എന്തെങ്കിലും എളുപ്പ വഴിയുണ്ടോ നബിയേ? സ്വഹാബത്ത് ചോദിച്ച ചോദ്യമാണ്, എന്തെങ്കിലും എളുപ്പ വഴിയുണ്ടോ? നമ്മളെപ്പോഴും എളുപ്പ വഴി കണ്ടുപിടിക്കുന്നവരാണ് ഇല്ലേ? യാത്ര പോയ ദുഹറും അസറും മുന്തിച്ചും പിന്തിച്ചും ജമാക്കാം ഇല്ലേ? മഗ്രിബ് ഇശാവും പിന്തിച്ചും മുന്തിച്ചും ജമാക്കാം. അപ്പൊ നമ്മുടെ ചോദ്യം, ഉസ്താദേ ഈ സുബ എവിടെയെങ്കിലും കൊണ്ടിട്ട് മുട്ടിക്കാൻ പറ്റുമെന്ന് നമ്മുടെ ചോദ്യം അല്ലേ? അതും കൂടിയാണെങ്കിൽ ഇശായോട് നിസ്കരിച്ച് കിടന്ന റാഹത്ത് അല്ലേ? നമുക്കങ്ങനെയാണ്, നമുക്ക് തോന്നുമ്പോ ചൊല്ലുകളാണ്. ചില ആളുകൾക്ക് മഗ്രിബ് മാത്രം സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആണ് നമുക്ക്. ചില ആളുകൾ RSP ആണ്, റമളാൻ സ്പെഷ്യൽ പാർട്ടിയാണ്. ചില ആളുകൾ RSP കാരാണ്, റമളാൻ സ്പെഷ്യൽ പാർട്ടി. അവർക്ക് റമളാന് മാത്രം നിസ്കാരമുള്ളൂ ഇല്ലേ? കഴിഞ്ഞ റമളാനിൽ അടച്ചു വെച്ച ഖുർആൻ ഇനി എടുക്കണമെങ്കിൽ റമളാനെ പിറ കാണാം. ഉസ്താദ് പള്ളിയിൽ നിന്ന് വിളിച്ചറിയാം, നാളെ നോമ്പൊന്ന്, അന്ന് എന്തോരു ഖുർആൻ ഒത്താ ഇല്ലേ? നമ്മളാണെങ്കിൽ കഴിഞ്ഞ റമളാൻ ഇതേവരെ ബക്കറ തീർന്നിട്ടില്ല, സൂറത്തു ബക്കറ ഇതുവരെ തീർന്നില്ല, അടുത്ത റമളാനായി. ഇപ്പോഴും ഖുർആനിൽ ബക്കറ മാത്രമേ ഉള്ളൂ ഉസ്താദെ എന്ന് നമ്മൾ പറയണേ. തീരണില്ല, ഓതിയാലല്ലേ തീരൂ. നമുക്ക് നമ്മുടെ ഖുർആൻ നമ്മൾ എടുക്കണമെങ്കിൽ ആരെങ്കിലും മരിക്കണം അല്ലേ? ആരെങ്കിലും മരിച്ചാൽ വീട്ടിൽ ഖുർആൻ ഉണ്ട്, പക്ഷെ നമ്മൾ ഓതുന്ന ഏതിലാ? ഈ സാധനത്തിലാണ്. ഇപ്പൊ എല്ലാം ഹൈടെക് ആണ്. യാസീൻ ഇങ്ങനെ ഞെക്കുമ്പോ യാസീൻ വരും, വേണമെങ്കിൽ കൂടെ ഓതുകയും ചെയ്യും അല്ലേ? അള്ളാഹുവേ, അള്ളാഹു നമുക്ക് ബോധം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള ചിന്തിക്ക്, നമുക്കെവിടെയാണ് ഭയപ്പാടുള്ളത്? നമ്മളെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന അദാബിനെ പറ്റി അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ് കേൾക്കാൻ പോലും പറ്റുന്നില്ലെന്നാണ്. എന്തേ നമുക്ക് ഭയപ്പാടില്ല? നമ്മുടെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താ? നമ്മൾ ഇന്ന് ചിന്തിച്ചു നോക്കി. എൻ്റെ ഇരിക്കുന്ന സദസ്സിന്റെ വാപ്പന്മാര് ഹാസിബു കബിനെ അവസാനിപ്പിക്കാൻ, ഹാസിബു കബില അൻ തുഹാസബു, വെറുതെ വഅ്ള് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളൊന്ന് ചിന്തിച്ചേ വാപ്പ, നമ്മൾ എത്ര പേരാണ് ഇന്ന് സുബഹി നമസ്കരിച്ചിട്ടുള്ളത്? ഒന്ന് ചിന്തിക്ക്. നമ്മൾ എത്ര പേര് ളുഹർ നിസ്കരിച്ചു? ഒന്ന് ചിന്തിച്ച്. ഈ ഇരുന്ന ഇരിപ്പിലെങ്ങനെ നമ്മളങ്ങ് മരണപ്പെട്ടു എന്ന് വിചാരിക്കുക. ഉസ്താദേ പറയല്ലേ അല്ലേ? നിങ്ങളെ കൊല്ലിക്കാൻ വേണ്ടി പറഞ്ഞാൽ അല്ലാഹു നമുക്ക് ആയുസ്സും ആരോഗ്യം ആഫിയത്തും തരട്ടെ അല്ലേ? നമ്മൾ മരണപ്പെട്ടു എന്ന് വിചാരിക്കും. നമ്മൾ ഇന്ന് ഇരുന്ന ഇരിപ്പിൽ അങ്ങ് മരണപ്പെട്ടു എന്ന് വിചാരിക്കും. ഉപ്പാ, പിന്നെ നമ്മളെ വിളിക്കുന്ന പേര് ഷഫീഖ് ബദരി എന്നല്ല, പിന്നെ വിളിക്ക അബ്ദുറഹ്മാൻ എന്നല്ല, പിന്നെ ആളുകൾ പറയുക മയ്യത്തെന്നാണ് അല്ലേ? ആ മയ്യത്തിനെ നമ്മൾ കൊണ്ടുവന്ന് നമ്മൾ വസ്ത്രമൊക്കെ മാറ്റി ഒരു വെള്ള തുണിയിൽ പൊതിയും. പിന്നെ നമ്മൾ തേച്ച മടക്കിയത് ഇടാൻ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റൂല. നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കും. ആരാ നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കണേ എന്ന് ആലോചിച്ചൊക്കെ. ഇന്നലെ ഏണിയാണിയുടെ പള്ളിയുടെ മുന്നിൽ വെച്ച് നമ്മളത് വഴക്കിട്ട് തെറി വിളിച്ചവനാ നാളെ നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കാൻ വരാനുള്ളത്. ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് എഴുന്നേരെന്ന് പറയാൻ പറ്റൂടാ, എന്റെ മയ്യത്തെ നീ കുളിപ്പിക്കണ്ടെന്ന് മയ്യത്തിന് എഴുന്നേരെന്ന് പറയാൻ പറ്റുമോ? ഇല്ലെങ്കിൽ ഈ ഇരിക്കുന്ന സദസ്സിരിക്കുന്ന വാപ്പന്മാര് ചിന്തിച്ചേ, ഇന്ന് വകല് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് ചോദിക്കണം, മോനെ എന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയോടാന്ന് ചോദിക്കണം. ഇന്നത്തെ മക്കളാണെങ്കിൽ മോട്ടർ എടുത്തുകൊണ്ട് ഒരു ഹോസ് വെച്ച ഒരടി തീർന്നു ഇല്ലേ?